കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ആ ജില്ലകൾ എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നിവയാണ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ എല്ലാം തന്നെ യെല്ലോ അലർട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രവചനം. കനത്ത മഴയിൽ എറണാകുളത്ത് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ കലൂർ, ഇടപ്പള്ളി ടോൾ, കളമശ്ശേരി, മരട് തുടങ്ങിയ പ്രദേശങ്ങളിലെ താഴ്ന്ന ഇടങ്ങൾ എല്ലായിടവും തന്നെ വെള്ളം കയറിയ സാഹചര്യം ആണ് ഉള്ളത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴയായിരുന്നു. അത് പുലർച്ചെയും രാവിലെയും ഒക്കെ പല ഭാഗത്തും തുടരുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. തൃപ്പൂണിത്തുറ, പേട്ട, താമരശ്ശേരി, കരീത്തറ റോഡിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ വെള്ളക്കെട്ടിൽ വീണ അപകടവും സംഭവിച്ചിട്ടുണ്ട്. ഡാനി ഇപ്പോഴാണ് ചേരുന്നത്. ഡാനി, ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനം ഈ കാറ് വെള്ളക്കെട്ടിൽ വീണു എന്നാണല്ലോ. പക്ഷേ ആളുകൾക്ക് അങ്ങനെ മറ്റെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അഭിലാഷ, ആളുകൾക്ക് അതിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് അയാളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. അവിടെ പേട്ട താമരശ്ശേരി റോഡ് എന്ന് പറയുന്ന അവിടെയാണ് ഉണ്ടായിരുന്നത്. അതായത് കനാലും ഒരു ഭാഗത്ത് റോഡുമുള്ള ഒരു ഭാഗത്തായിരുന്നു. അവിടെയാണ് വീണത്. എന്നാലും ഇപ്പോൾ ഒരു അപകടം അവിടെ ഒഴിവായിരിക്കുന്നു. ഇത് സമാനമായ സ്ഥിതി, അതായത് വെള്ളം നിറഞ്ഞിരിക്കുന്നൊരു സ്ഥിതിയാണ് പല ഭാഗങ്ങളിലും തന്നെ ഉള്ളത്. നമ്മളുള്ളത് ഇപ്പോൾ കലൂർ കടവന്ത്ര ഭാഗത്തിന് ഇപ്പുറത്തുള്ള സ്റ്റേഡിയം ലിങ്ക് റോഡിലാണുള്ളത്. സ്റ്റേഡിയം ലിങ്ക് റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഇത്. ഇവിടെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. വലിയ കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ എല്ലാം ഉള്ള റോഡിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. ഈ രീതിയിലേക്ക് വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇരുഭാഗങ്ങളിലും 2 ഭാഗങ്ങളിലും ഇതുപോലെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ്. വാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഇതിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ് ഉള്ളത്. ഇരുചക്ര വാഹനങ്ങളുടെ കാര്യം ഇതിൽ അതിൻ്റെ ഒരു ഭാഗത്ത് റോഡിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നിർമ്മാണത്തിലുള്ളതാണ്. അവിടെ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് വെള്ളക്കെട്ട് കൂടി വന്നതോടെ ആളുകൾക്ക് ഇതിലൂടെ പോകുന്നവരെ ഏത് സമയവും ഈ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങളുണ്ട്. ഇരുഭാഗത്തും റോഡിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് മറ്റ് പലയിടങ്ങളിലും കളമശ്ശേരിയും അതോടൊപ്പം തന്നെ ഇടപ്പള്ളിയിലും വടുതലയിലുമെല്ലാം ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. തൃപ്പൂണിത്തുറ, പേട്ട ഭാഗങ്ങളിലാണ് കൂടുതലായും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ മഴയുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും ഇത്ര പെട്ടെന്ന് ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നൊരവസ്ഥയൊന്നും ഉണ്ടായില്ലായിരുന്നു. പക്ഷേ ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴ ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിന്നു. ഇന്നും മഴ ഒഴിഞ്ഞിട്ടില്ല. മഴ തുടരുന്നുണ്ട്. ശക്തി കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ രീതിയിലുള്ളൊരു സ്ഥിതിയാണ് എല്ലായിടത്തും ഉള്ളത്. റെഡ് അലർട്ടാണ് ഇന്ന് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ വിദ്യാലയങ്ങൾക്ക് ഇന്നലെ വലിയ മഴയില്ലായിരുന്നുകൊണ്ട് വിദ്യാലയങ്ങൾക്ക് അവധി നൽകേണ്ട രീതി ഇല്ല എന്ന വിലയിരുത്തലിലേക്ക് പോയിരുന്നു. പക്ഷേ ഇന്ന് അർദ്ധരാത്രിയോടെ കാര്യങ്ങൾ മാറി. വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ടിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലും ശക്തമായ രീതിയിൽ തന്നെ മഴ തുടർന്നു ഒരു സാഹചര്യം തന്നെയുണ്ട്. തീരമേഖലകളിലേക്ക് വരുമ്പോൾ അവിടെയും വെള്ളക്കെട്ട്, ഈ തിരകയറ്റം, ഇതെല്ലാം തന്നെ കടലാക്രമണം എല്ലാം തന്നെ രൂക്ഷമായിരിക്കുന്നൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വെയിലേറ്റമുള്ള ഒരു സമയം കൂടി ആകുമ്പോൾ അത് കടൽ കയറ്റം രൂക്ഷമായിരിക്കുന്നു. ഈ രീതിയിലാണ് എറണാകുളം നഗരത്തിലേക്ക് വരുമ്പോഴും എല്ലാം തന്നെ പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് അഭിലാഷ്. യെസ്, ഇതാണ് വെള്ളക്കെട്ടിൻ്റെ ഒരു സാഹചര്യം. പ്രത്യേകിച്ച് എറണാകുളത്തെ നഗരഹൃദയം എന്ന് തന്നെ പറയാവുന്ന ഇടങ്ങളൊക്കെ വെള്ളത്തിൽ അടിയിലേക്ക് പോകുന്നു. അതായത് ഒരു മഴ മണിക്കൂറുകൾ പെയ്താൽ, അതിശക്തമായി പെയ്താൽ ഇതാണ് സാഹചര്യം. ഡാനി നിൽക്കുന്നത് തന്നെ കലൂർ എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള റോഡിൽ ആണ്. അവിടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നു. അതിൽ തന്നെ ഈ 2 വീലറൊക്കെ കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ ഭയപ്പാടാണ്. കാരണം അതിൽ ഒരു ചെറിയ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് വലിയ അപകടത്തിന് കാരണമാകാം. പിന്നീട് വൺ വേ സംവിധാനമൊന്നും അല്ലെങ്കിൽ പാത 2 വരിയാണ് എങ്കിൽ പോലും അതൊന്നും
സാധ്യമാകാത്ത സാഹചര്യം, അങ്ങനെയൊക്കെ വാഹനങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കയറി വരുന്ന സാഹചര്യം, അങ്ങനെ വലിയ പ്രതിസന്ധിയും ഗതാഗത കുരുക്കുമൊക്കെ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വാഹനങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിലവിൽ അവധിയില്ല. ഏതാണ്ട് മുട്ടോളം തന്നെ വെള്ളം പല സ്ഥലത്തും കെട്ടിക്കിടക്കുന്നു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് മണ്ണാറക്കാട് ആനല്ലൂർ ഭാഗത്ത് കനത്ത മഴ തുടരുകയാണ്. എടത്തനാട്ടുകര കണ്ണംകുണ്ട് പാലത്തിൽ വെള്ളം കയറി മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്.